അഴിമതിക്കും അതുപോലെ തന്നെ അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന കഥാപാത്രങ്ങൾ 90-കൾ കഴിഞ്ഞുള്ള 90-കൾ തൊട്ടുള്ള വിജയകാന്തിൻ്റെ സിനിമകളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നായക കഥാപാത്രങ്ങളെയാണ്. അപ്പോൾ അതിലൂടെയാണ് തൻ്റെ ജനതയുടെ മനസ്സിലേക്ക് ഒരു ചിരപ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുമാറാത്തൊരു ഇടം വിജയകാന്ത് സ്വന്തമാക്കിയത് ഇത്തരത്തിലുള്ള നായക കഥാപാത്രങ്ങളിലൂടെയായിരുന്നു. അതിൽ തന്നെ വീരനായകന്മാരുടെ ആക്ഷൻ രംഗങ്ങൾ അത് വളരെയധികം തൻ്റെ സിനിമകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡബിൾ റോളുകൾ കൂടുതലായി ചെയ്തിട്ടുള്ളൊരു നടൻ കൂടിയാണ് വിജയകാന്ത്. തപസ്യ പോലുള്ള സിനിമകളിൽ അച്ഛനായും മകനായും വന്ന ആ രണ്ട് ക്യാരക്ടറുകളിലൂടെയും രണ്ട് കഥാപാത്രങ്ങളിലൂടെയും വ്യക്തമായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരു ആശ്രയമില്ലാത്തവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരെ അവർക്ക് വേണ്ടി വാദിക്കുന്ന അവരെ പുതുജീവിതത്തിലേക്ക് പിടിച്ചുയർത്തുന്ന നായക കഥാപാത്രങ്ങളാണ് അദ്ദേഹം കൂടുതലായും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെയധികം നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട്. 2010 പുറത്തിറങ്ങിയ വിതുരഗിരിയിലാണ് അവസാനം വിജയകാന്ത് നായകനായി അഭിനയിച്ചത്. അത് സംവിധാനം ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. 2015 റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതിൽ നായകനായി അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഏതാണ്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും സിനിമാ ജീവിതത്തിനോട് പൂർണ്ണമായും തന്നെ വിട പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. 2005 സെപ്റ്റംബർ 14 ദേശീയ പുർപോക്ക് ദ്രാവിഡ കഴകം അഥവാ DMDK എന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചത്. ഈ തമിഴ് സിനിമാ നടൻ വിജയകാന്തും തമിഴ് രാഷ്ട്രീയ നേതാവായ വിജയകാന്തും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം എന്താണോ കാണിച്ചിരിക്കുന്നത് അതുതന്നെയാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലൂടെ മുന്നോട്ട് കാണിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ഏതാണ്ട് ആദ്യഘട്ടത്തിലെല്ലാം അത് വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയിരുന്നു. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 234 സീറ്റുകൾ മത്സരിച്ചെങ്കിലും ആ ഒരു പാർട്ടിയിലാകെ വിജയിക്കുവാൻ സാധിച്ചത് വിജയകാന്തിന് മാത്രമാണ്. അങ്ങനെ 2011 AIADMKയുമായി സഖ്യമുണ്ടാക്കിയ DMDK 40 സീറ്റിൽ മത്സരിച്ച് 29 എണ്ണത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തും അദ്ദേഹം ഇരുന്നു. ഈ ഒരു സമയത്തെല്ലാം രാഷ്ട്രീയ മേഖലയിൽ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും തൻ്റെ ജനതയ്ക്ക് വേണ്ടി താൻ അഭിമുഖീകരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾക്ക് വേണ്ടി നിലനിൽക്കുവാനും എല്ലാം അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ഒരു സമയത്തൊക്കെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവ് എന്ന് തന്നെയാണ് വിജയകാന്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ നേട്ടങ്ങൾ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഉണ്ടാക്കിയ സഖ്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ചെറിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. മത്സരിച്ച 14 സീറ്റിലും പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ BJP സഖ്യത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും അദ്ദേഹത്തിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഗോ മർമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം CPM CPI വിടുതല ചിരുത്തികൾ കക്ഷി എന്നിവയുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. ഈ ഒരു ഇത്തരത്തിൽ പല സഖ്യകക്ഷികളായിട്ട് അല്ല പല കക്ഷികളുമായി കൂട്ടുചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏതാണ്ട് 2010 ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പതിയെ അദ്ദേഹത്തിന് അനാരോഗ്യം കൂടുതൽ ശക്തമാവുകയും അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് നിൽക്കുവാൻ പറ്റുന്ന ഒരു ആരോഗ്യാവസ്ഥ ഇല്ലാണ്ടാവുകയും പതിയെ പുറകോട്ട് വലിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിച്ചു. എങ്കിൽ കൂടിയും അദ്ദേഹം എപ്പോഴും തന്നെ കാത്തു നിൽക്കുന്ന തന്നെ തേടിയെത്തുന്നവർക്കെല്ലാം ആശ്രയമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് തമിഴകത്ത് നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അവരെ ആരെയും നിരാശപ്പെടുത്തുവാനോ അവരെ ആരെയും ഒഴിവാക്കുവാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. എത്ര വൈകാരികയാണെങ്കിലും അവരുമായി ചേർന്ന് നിൽക്കുവാൻ ഒരു മനസ്സ് കണ്ടെത്തുകയും അതിനായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഇപ്പോൾ തമിഴകത്തിന് നഷ്ടമായിരിക്കുന്നത്. ആര്യ.